പറഞ്ഞ് കറങ്ങി നടക്കുന്നുണ്ട്. കണ്ടില്ലേ, ഈ നിൽക്കുന്നവനില്ലേ, ഇവൻ എന്നോട് അത്യാഗ്രഹമാണ്. പക്ഷേ നന്മയ്ക്ക് വേണ്ടിയല്ല, എങ്ങനെയെങ്കിലും കുറുക്കു വഴിയിലൂടെ എന്നെ കരസ്ഥമാക്കാനാണ് നോക്കുന്നത്. ഇറിഡിയം പോലുള്ള എന്തെങ്കിലുമൊക്കെ കിട്ടുമോ എന്ന് അന്വേഷിച്ച് നടക്കുകയാണിവൻ. സ്വയം അതിബുദ്ധിമാനാണെന്ന് വിചാരിച്ച് നടക്കുന്ന മരമണ്ടൻ. ഇവനെപ്പോലെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരെ പറ്റിക്കാൻ ശ്രമിക്കുന്ന മറ്റു ചിലർ വേറെയും ഉണ്ടാവുമല്ലോ. അതിലൊരുത്തനാണിവൻ. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാൽ ഇവന്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ 500 കോടി 1000 കോടി എന്നുള്ളതാണ്. ഉറക്കത്തിൽ 5000 കോടി 10000 കോടി എന്ന് പിച്ചും പേയും പറയും. അതീവ ബുദ്ധിമാനാണ്, പക്ഷേ ക്രിമിനലാണ്. ഇവൻ ആരാണെന്നറിയുമോ? ഡീസന്റായി പറയുകയാണെങ്കിൽ മീഡിയേറ്റർ, ഇൻഡീസന്റായി പറയുകയാണെങ്കിൽ കൂട്ടിക്കൊടുപ്പുകാരൻ. ചതിക്കുന്നവനും ചതിയിൽ വീഴുന്നവനും ഇടയിൽ നിന്ന് ചോരയൂറ്റി കുടിക്കുന്നതാണ് ഇവന്റെ ജോലി. പലിശ വാങ്ങുന്നതാണ് ഇവന്റെ സ്വഭാവ സവിശേഷത. ചതിയിലൂടെ എന്നെ സമ്പാദിക്കാൻ നടക്കുന്നവർക്കിടയിൽ മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തി എന്നെ സമ്പാദിക്കുന്ന റൗഡിയാണിവൻ. പച്ചക്കറി മാർക്കറ്റ് മുതൽ ഹാർബർ വരെ എന്നെ പലിശയ്ക്ക് കൊടുത്ത് സമ്പാദിക്കുന്ന ഡോണാണിവൻ. ഉദ്യോഗസ്ഥർ വാങ്ങുന്ന കൈക്കൂലിയും രാഷ്ട്രീയക്കാർ കൈയിട്ട് വാരുന്ന പണവും ഇവന്റെ സേഫ്റ്റി ലോക്കറിലാണ് ഡെപ്പോസിറ്റ് ആവുന്നത്. ഇവരാണ് ഉഡായിപ്പ് കപ്പിൾ. എന്നെ സമ്പാദിക്കാൻ വേണ്ടി ഉഡായിപ്പ് പരിപാടികൾ ചെയ്യുന്ന കപ്പിൾ. സ്ത്രീ പുരുഷന്മാരുടെ ബലഹീനതകൾ മുതലെടുത്ത് എന്നെ സമ്പാദിക്കുന്നതാണ് ഇവരുടെ കുടുംബത്തൊഴിൽ. രാഷ്ട്രീയക്കാരൻ. എന്നെ സമ്പാദിക്കാൻ വേണ്ടി മാത്രം രാഷ്ട്രീയത്തിലിറങ്ങിയവനാണിവൻ. ഇവനെ കണ്ടാൽ തന്നെ എനിക്ക് എരിഞ്ഞു കയറാൻ തുടങ്ങും. ജനങ്ങളുടെ വയറ്റത്തടിച്ചെന്നെ സമ്പാദിക്കുന്ന ഇവന്റെ വയറ്റത്തടിക്കാൻ വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത്. നല്ല കുട്ടിയാണ്, പക്ഷേ ഇവളുടെ ഭാവി ഒരു ചോദ്യചിഹ്നമായി മാറിയിരിക്കുന്നു. കാരണം അങ്ങനെ ഒരു പ്രശ്നത്തിലാണ് ഇവൾ അകപ്പെട്ടിരിക്കുന്നത്. ഇവളെ രക്ഷിക്കാൻ ഒരു സൂപ്പർ ഹീറോയോ അല്ലെങ്കിൽ ഒരു സാധാരണ ഹീറോയോ വന്നാൽ മാത്രമേ നടക്കൂ. തെറ്റിച്ച് ചെയ്യുന്ന നല്ലവനാണിവൻ. ദിവസവും ഒരു ബിയർ കുടിക്കാൻ മാത്രമുള്ള അളവിന് എന്നെ കിട്ടിയാൽ മതി ഇവന്. കാർ റേസാണ് ഇവന്റെ ഹോബി. പെണ്ണുങ്ങളെന്ന് വെച്ചാൽ ഇവന്റെ വീക്ക്നെസ് ആണ്. എന്റെ കാര്യത്തിൽ അത്രയ്ക്ക് അത്യാഗ്രഹമില്ലാത്തതുകൊണ്ട് ഇവനെ എനിക്കൊരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് ഇവനുമായി ഒരു കുത്തുപാട്ട് പാടിയാലോ എന്ന് ഞാൻ ആലോചിക്കുക. എന്തോ നീ രാവിക്കൊണ്ടിരിക്കുന്നെ? ഒന്ന് വേഗം പരത്തി. പരത്തിക്കൊണ്ടിരിക്കുന്ന കണ്ടില്ലടി? നിങ്ങളുടെ മോന്ത പോലെ കൊണാന്ന് ഇരിപ്പുണ്ട്. വട്ടത്തി പരത്ത്. ഗുഡ് മോർണിംഗ് നവാ. ഞാൻ ഇവിടെ അല്ലടാ ഇരിക്കുന്നേ. അല്ല, നിങ്ങൾ രണ്ടുപേരും ഒരേ ഹൈറ്റിലാണല്ലോ, അതുകൊണ്ട് നായ ഏതാ നിങ്ങൾ ഏതാന്ന് മനസ്സിലായി. രാത്രി ആയി കഴിഞ്ഞാ 10 ബോട്ടിൽ ബിയറും 15 ഓംലേറ്റും തിന്നുന്ന നിനക്ക് അങ്ങനെ തന്നെ തോന്നും. നിങ്ങൾ അവനെ കണ്ണു വെക്കാതെ. ഇന്നലെ അവൻ എന്തോ വിഷമം ഉണ്ടായിരുന്നോണ്ട് ഇത്തിരി കുടിച്ചിട്ടുണ്ടാവും. എന്താ പറഞ്ഞേ? നല്ല വിഷമം ഉണ്ടായിരുന്നെങ്കിലേ പോയി വിഷം കുടിക്കണം. അത് നിങ്ങൾ കുടിച്ചാ മതി. ബിയർ അല്ല അടിക്കേണ്ടത്. ഹലോ,
എന്നെ പറ്റി എന്ത് വേണമെങ്കിലും പറഞ്ഞു. പക്ഷെ ഞാൻ കുടിക്കുന്ന സാധനത്തെ പറ്റി ഒന്നും പറയാൻ പാടില്ല. യങ്സ്റ്റേഴ്സില് പഠിക്കാത്തവനൊക്കെ ഉണ്ടാവും, പക്ഷെ കുടിക്കാത്തവൻ അങ്ങനെ ഒരുത്തൻ ചരിത്രത്തിലേ ഉണ്ടായിട്ടില്ല. മാസം 30,000 രൂപ ശമ്പളം വാങ്ങിക്കുന്നവന്മാർക്ക് ഈ കാലത്ത് പെണ്ണ് കിട്ടുന്നില്ല. നീയാണെങ്കില് മാസം 30,000 രൂപ കടം മേടിച്ചാ ജീവിക്കുന്നത്. അതിന്റെ കൂടെ പ്രേം നസീറിന്റെ ഷീലയുടെയും കാലത്ത് അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു പന്ന കാർ വാങ്ങി റീപെയിന്റ് ചെയ്ത് റേസ് എന്നും പറഞ്ഞ് കറങ്ങി നടക്കുന്നതും പോരാഞ്ഞ് ഇവിടെയുള്ള കൊച്ചു പിള്ളേരെയും കയറ്റി വെച്ചോണ്ട് നാട്ടുകാരെയും പറ്റിച്ച് നടക്കുന്ന നിനക്ക് ഏത് കള്ള കഴിവറാ പെണ്ണ് തരാൻ പോകുന്നത്? നിങ്ങൾ തന്നെ നീ ആത്താണെന്റെ അളിയൻ. എന്താ ഇത്? എന്റെ അമ്മയെ പറ്റിയാ പറയുന്നേ. പിന്നെ എന്താടി ഇവന്റെ ഈ മോന്തയ്ക്ക് നമ്മുടെ കൊച്ചിന് കൊടുക്കാൻ പറ്റുമോ? അവന്റെ ചേച്ചിയെ നിങ്ങൾക്ക് കെട്ടാം, അവന്റെ ചേച്ചിയുടെ മോളെ അവന് കെട്ടാൻ പാടില്ല. പോടി. ശാന്തി, you don't love me? ഒന്ന് എഴുന്നേറ്റ് പോടാ മരമാക്രി. അയ്യ, അങ്ങനെ സ്വന്തമായിട്ട് അച്ഛനെ വിളിക്കുന്നത് ശരിയാണോ? പോടാ. നീ ഏയ്, ഞാൻ ഡ്രോപ്പ് ചെയ്യട്ടെ? ആ? എന്താടാ പുതിന ചമ്മന്തിയുടെ വാസന ഇവിടം വരെ അടിച്ചു കേറുന്നുണ്ടല്ലോടാ. പുതിനയോ? കേട്ടോ, അതൊക്കെ നിനക്ക് എങ്ങനെ മനസ്സിലായി? ജീവ, ഞങ്ങളെല്ലാവരും തിന്ന് കഴിച്ചിട്ടാടാ കൊച്ചനെ നീ കഴിച്ചത്. നിങ്ങൾ ആദ്യം ഒന്ന് കഴിച്ചെന്നാ? അത് ശരി. നമ്മുടെ പിള്ളേരൊക്കെ എന്തേ? ഗണേശൻ പാല് വാങ്ങാൻ പോയിരിക്ക, ശിവയാണെങ്കിൽ ക്രിക്കറ്റ് കളിച്ചോണ്ടിരിക്ക. നീ എന്താടാ വിചാരിച്ച ജീവ? നമ്മുടെ പിള്ളേരൊക്കെ വലിയ വലിയ ആൾക്കാരായിരിക്കാന്നേ. വലിയ ആൾക്കാരാ? ഒന്നും മനസ്സിലായില്ല. അനിയ, ഈ ഫ്ലാറ്റിലുള്ള ആൾക്കാരൊക്കെ നമ്മളെ കുറിച്ച് എന്താ വിചാരിക്ക? ഒരു പൊട്ടന്റെ കൂടെ വെറുതെ ചുറ്റിത്തിരിയാണെന്ന് പറയും. അത് നീ കറക്റ്റ്. ജീവ, ഇപ്പോ കുറെ നേരമായിട്ട് ഇവിടെ തന്നെ ഇരിക്കുക. എന്റെ കൂടെ വാ, ഞാൻ നിനക്ക് ഒരു കാര്യം പറഞ്ഞുതരാം. പറഞ്ഞുതരാം. എന്താന്ന് പറ. മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഒരു പ്രധാന കാര്യം വാങ്ങാനുണ്ടോ? അതെ, ഇത് വാങ്ങിക്കാൻ തനിച്ചു വരാൻ പറ്റില്ലേ? അറിയാവുന്ന ഏരിയ അല്ലേ, ആ കടക്കാരനെയും പരിചയമുണ്ട്. നീ ഒന്ന് പോയി വാങ്ങിച്ചോണ്ട് തവനെ. ഞാൻ വാങ്ങിച്ചു തരാം. പക്ഷെ എനിക്ക് രാത്രി വിവരം വേണം. ഉറപ്പായിട്ടും വാങ്ങിച്ചു തരാം. എന്നാ കാശ് എന്നാ ആ ചേട്ടാ, ഒരു ഡോട്ടഡ് കൊണ്ടുവന്ന് വന്നേ. ഓക്കെ, കാല് കൊള്ളാം. എന്താ ഒന്ന് പാക്ക് ചെയ്ത് തന്നൂടെ? സാറേ, കോണ്ടത്തില് പുള്ളി ഒതിപ്പിച്ച് വേണോ അതോ പ്ലെയിൻ വേണോ? അളിയാ, അളിയാ, ദേ ഇങ്ങോട്ട് നോക്ക്. കോണ്ടത്തിലെ പുള്ളി ഉള്ളത് വേണോ അതോ പുള്ളി ഇല്ലാത്തതാണോ വേണ്ടതെന്ന്? എന്തിനാടാ വിളിച്ചു കൂന്നേ? ഇതിലും ഭേദം ഞാൻ തന്നെ വാങ്ങിക്കുന്നതായിരുന്നു. ഏതെങ്കിലും മേടിച്ചൊന്ന് വാളർക്കാ. ചേട്ടന് ഇഷ്ടമുള്ളതാ. വെരി നൈസ്.